നീ എവിടെ പോണേ? ഞാൻ എന്റെ വീട്ടിൽ പോവാ. ഞാനിങ്ങ് ഇവിടെ എത്തണില്ലേ, എനിക്ക് ഡൈവോഴ്സ് വേണം. ഡിവോഴ്സാ? എന്തിന്? എന്റെ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ നടത്തി തരാറുണ്ടോ? നേരത്തെയൊക്കെ പുറത്തു കൊണ്ടുപോകാറുണ്ട്. ഇപ്പൊ 2 ആഴ്ചയായിട്ട് പുറത്തും കൊണ്ടുപോകണില്ല, ഒരു ഭക്ഷണം പോലും നല്ലത് മേടിച്ചു തന്നില്ല നിങ്ങൾ. ഞാൻ ആ വാഴാറ്റും ഒന്ന് കാണിക്കാൻ കൊണ്ടാവുന്നപ്പോ നിങ്ങൾ കൊണ്ടുപോയില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ദൃശ്യം മാത്രമല്ല നിങ്ങൾ കാണാൻ പോയത്. എനിക്ക് ഡൈവോഴ്സ് വേണം. ദൃശ്യം കണ്ടായിരുന്നു നീ അല്ലേ പറഞ്ഞേ വാഴാറ്റ് പിന്നെ കണ്ടോളാന്ന് പറഞ്ഞു. പുറത്ത് കൊണ്ടുപോയില്ല എന്ന് പറഞ്ഞ് ഡിവോഴ്സ് മേടിക്കണ ആദ്യത്തെ ഭാര്യ നീ ആയിരിക്കും. അത് കുഴപ്പമില്ല, ആ ക്രെഡിറ്റ് എനിക്കിരിക്കട്ടെ. പിന്നെ എന്റെ അച്ഛന്റെ കയ്യിൽ നിന്ന് നിങ്ങൾ മേടിച്ച 4 ലക്ഷം രൂപ സ്ത്രീധനം വാങ്ങിയിട്ടില്ലേ, അത് തിരിച്ചു തന്നെ എനിക്ക് ഡൈവോഴ്സും വേണം. ആ കാശൊക്കെ ചെലവായി പോയില്ലേ? 10-13 വർഷമായി നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട്. കണക്ക് നോക്കിയാലേ നിന്റെ അച്ഛൻ പൈസ ഇങ്ങോട്ട് തന്നെ. അതൊന്നും എനിക്കറിയില്ല, ഞാൻ പോവാ. എടീ എടീ നീ വല്ലതും പോട്ടെ, കുറച്ചേ വന്നു. 2 ദിവസമായി ഞാൻ ഇങ്ങോട്ട് വന്നിട്ട്. അങ്ങേർക്ക് എന്നെ ഒന്ന് വിളിക്കാൻ. എനിക്കറിയാൻ വിളിക്കൂന്ന്. എന്നെ വിളിച്ച് ശല്യം ചെയ്ത് ഞാൻ പറഞ്ഞിട്ടുള്ളല്ലേ. അമ്മേ, ഞാനാ അച്ഛയല്ല. അമ്മയ്ക്ക് തരാനുള്ള പൈസയല്ലേ അച്ഛൻ റെഡിയാക്കിയിട്ടുണ്ടെന്നാ പറഞ്ഞേ. പിന്നെ അച്ഛൻ ഒരു കാര്യം ചെയ്യാൻ പോവാ. എന്ത് കാര്യം? അച്ഛയില്ലേ ഒരു പെണ്ണിനെ പോയി കണ്ടു. അവര് 10 ലക്ഷം രൂപ ഒരു കാറും കൊടുക്കാന്നാ പറഞ്ഞേണേ. ഞാൻ ഇതൊട്ട് സ്കൂളിൽ കാറിലമ്മ പോണേ. രാവിലെ തന്നെ ഉണ്ടല്ലോ അച്ഛൻ നേരത്തെ എണീറ്റിട്ട് എന്തോരം പണികളാ ചെയ്തേ. അതുകൊണ്ടപ്പോ എനിക്ക് ഭയങ്കര സങ്കടമായി. അതാണ് ഞാനും അങ്ങോട്ട് സമ്മതിച്ചു. അമ്മ വിഷമിക്കണ്ടാട്ടോ. ഹലോ ഹലോ, അമ്മ കട്ട് ചെയ്തോ ഫോൺ. അച്ഛേ, തോറ്റു തുന്നമ്പാടി വന്നേക്കണോ അച്ഛടെ ഭാര്യ? രണ്ടുപേരും ക്ഷീണിച്ചു പോയില്ലോ. ഞാനേ വീട്ടിൽ നിന്ന് കപ്പ ഉണർന്നിട്ടുണ്ട്, അത് കുഴുക്കണക്കാട്ടോ. അമ്മ എന്തിനാ അമ്മ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? ഞാൻ കാറിലൊക്കെ പോണ കാര്യം സ്വപ്നം കണ്ടോണ്ടിരിക്കാറുള്ളൂ. കാറില് നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടാ, ഞാൻ കുഴുക്കുണ്ടായിക്കൊണ്ട് വരാം.